ഡിയേഴ്സ് വെൽക്കം ബാക്ക്. ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ പോവാണ്. വയലറ്റ് ക്യാബേജ് അല്ലെങ്കിൽ പർപ്പിൾ ക്യാബേജ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു ഉലർത്ത് അല്ലെങ്കിൽ പൊരിയലും ഹോട്ടൽ സ്റ്റൈലിലൊരു ഫിഷ് കറി ഒക്കെ കൂട്ടിയിട്ടുള്ളൊരു സിമ്പിൾ ഊണാണ് കേട്ടോ. അപ്പോൾ അതെ ക്യാബേജ് കഴുകി കുറച്ച് വെള്ളത്തിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വയ്ക്കാം. നമുക്ക് മീൻകറി അടുപ്പിൽ വെക്കുന്ന സമയം വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. മീൻകറിക്കായിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. തേങ്ങ അരച്ച ഫിഷ് കറിയാണ്, പക്ഷേ ഞങ്ങളൊക്കെ വീട്ടിൽ വെക്കുന്ന രീതിയിലുള്ളൊരു കറിയല്ല കേട്ടോ. ഹോട്ടലിൽ ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് തേങ്ങ അരച്ചുണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ചതച്ച് വെച്ചു. പിന്നെ അതേ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു ട്രിവാൻഡ്രം സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് വാളംപുളി എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഒരു തക്കാളിയും 1-2 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി അരപ്പുണ്ടാക്കാം. അപ്പോൾ ഒരു മിക്സി ജാറിലോട്ടൊരു 3 പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അളവാണ് പറയുന്നത്. 3 ചെറിയ പിടി തേങ്ങ, അതിനകത്തോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഓറഞ്ച് കളറ് കിട്ടും. എരിവെള്ള മുളക് പൊടിയാണ്, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പോലെ അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാണ്ട് നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. അരയ്ക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ അരപ്പ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ മൺചട്ടി വെച്ചു. അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കണം. എണ്ണ ചൂടാകുമ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചുവയൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് അങ്ങ് വഴറ്റണം. ഇനി അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കാം, അരപ്പ് ചേർക്കാം. ഇതിനകത്ത് ആ മിക്സി ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും ഇതിനകത്തോട്ട് ചേർക്കാം. ഇത് ഒരുപാട് സമയം വഴറ്റുമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഒരു ഏകദേശം 1 കപ്പോളം വെള്ളം ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് പിഴിഞ്ഞ് അതും കൂടി അതിനകത്തേക്ക് ഒഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിന് പകരം കുടംപുളി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2-2.25 കപ്പോളം വെള്ളം ഇപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി തക്കാളി ഇടാം. തക്കാളിയൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, ഇഷ്ടമില്ലെങ്കിൽ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കത് അടച്ചു വെച്ച് ഇത് കറി നല്ലപോലെ തിളച്ചതിന് ശേഷം ഉപ്പും മീനും ചേർത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്ന് കുറച്ച് ഫിഷ് ഒന്ന് ഫ്രൈയും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4-5 കഷ്ണം നെയ്മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അരപ്പിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.25 ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാലയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഏകദേശം ഒരു ടീസ്പൂൺ, അല്ലെങ്കിൽ 1.25 ടീസ്പൂണോളം മീറ്റ് മസാല ചേർത്ത് നിങ്ങൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നെയ്മീൻ ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, അങ്ങനെ കിട്ടും. കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു അരപ്പാക്കി മീനിലോട്ട് ഇങ്ങനെ പുരട്ടി വെക്കാം. നെയ്മീൻ തന്നെ വേണം എന്നില്ല, ഏത് ആയാലും ഇതുപോലെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മീൻ പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ബാക്കി നമ്മൾ മീൻ കറിയും ബാക്കി പൊരിയലൊക്കെ ഉണ്ടാക്കി വരുന്ന സമയം കൊണ്ട് ഇത് ആ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിരിക്കും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ കറി ഇതാ നല്ലപോലെ തിളച്ച് തുടങ്ങി. ആദ്യം ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കാം. ഉപ്പിട്ട് പാകത്തിനാണോ എന്ന് നോക്കിയതിന് ശേഷം പിന്നെ മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിന്ന് 1/2 കിലോ നെയ്മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ദശയുള്ള ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ ഒരു തേങ്ങ അരച്ച മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അയലയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണേ. പൊതുവേ കേര, നെയ്മീൻ അങ്ങനെയൊക്കെ ഉള്ള മീനുകളാണ് ഈ രീതിയിൽ നമുക്ക് ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിനെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞ് തീ കുറച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മീനൊക്കെ വെന്ത് കറിയൊക്കെ ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇത് അടച്ചു വയ്ക്കാം.
നമ്മൾ ക്യാബേജ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നല്ലപോലെ കഴുകിയെടുത്തു. ഇനി ഇത് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഒന്നുകിൽ ക്യാബേജ് സാധാരണ തോരൻ അരിയുന്ന പോലെ കൊത്തി അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ പ്രീതി സോഡിയാക്കിൻ്റെ മിക്സിയുടെ കൂടെയുള്ള ഫുഡ് പ്രോസസ്സറാണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. നല്ല യൂസ്ഫുള്ളാണ്. ഈ ക്യാബേജും ക്യാരറ്റും ഒക്കെ തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട് അരിയാൻ ജസ്റ്റ് ഒരു മിനിറ്റ് പോലും വേണ്ട. ഒന്ന് അടിച്ചെടുക്കുമ്പോൾ തന്നെ ആ ഒരു രീതിയിൽ കിട്ടും. ഭയങ്കര ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ ക്യാബേജിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഫുള്ള് വേണ്ട. ഇതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസിലുള്ള സവോളയും കൂടി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചിടാം. നമ്മൾ ഫുഡ് പ്രോസസ്സറിൽ ചെയ്യുന്നതുകൊണ്ട് ഒന്ന് അടിക്കുമ്പോൾ തന്നെ അത് നല്ല കുഞ്ഞു പീസുകളായിക്കോളും. അപ്പം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചിട്ടാൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി, ഇത്രയുള്ളൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ പച്ച ക്യാബേജ് ആയാലും ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ. നമ്മുടെ ക്യാബേജ് നല്ലപോലെ തോരൻ്റെ പാകത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും സവോള എല്ലാം കൊണ്ടുണ്ടല്ലോ അതിട്ടു. പിന്നെ 1-2 പച്ചമുളക് ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് എണ്ണയിൽ വഴറ്റണം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ, കാരണം ഹെൽത്തിയുമാണ്. അവർക്ക് കാണുമ്പോഴും നല്ല ഇഷ്ടമാവും ആ ഒരു കളറൊക്കെ കാണുമ്പോൾ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ക്യാബേജ് അല്ലേ പെട്ടെന്ന് വേവും, 5 മിനിറ്റ് പോലും എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ചെറിയ തീയിൽ ഇങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കാം. മീൻകറി ആയിട്ടുണ്ട് കേട്ടോ. പാകത്തിന് മീനൊക്കെ വെന്ത് കറിയൊക്കെ ആവശ്യത്തിന് കുറുകി. ഒത്തിരി അങ്ങ് എന്താ പറയുക, ഒത്തിരി വെള്ളം വറ്റി പോകണ്ട, കാരണം തേങ്ങ അരച്ച മീൻകറി ആയതുകൊണ്ട് ഇരിക്കും തോറും അത് കുറച്ചും കൂടി കുറുകി വരും. അപ്പോൾ ഈ ഒരു പാകത്തിന് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോഴേക്കും കറക്റ്റ് ആവശ്യത്തിന് കറിയൊക്കെ ഉണ്ടാവും. ഇനി ഇതിനകത്ത് നമുക്കൊന്ന് താളിച്ചും കൂടെ ചേർക്കണം. അപ്പോൾ എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ടു, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 4-5 ചെറിയ ഉള്ളി അരിഞ്ഞതും 1-2 വറ്റൽമുളകും കൂടി ഇട്ട് നല്ലപോലെ ഉള്ളി മൂത്ത് വരണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ താളിച്ചത് ഒഴിച്ചിട്ട് ഉടനെ തന്നെ ഇളക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് അടച്ചു വെക്കാം. കറി നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയം വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നല്ല ഒരു ഫ്ലേവറൊക്കെ നല്ലപോലെ കറിയിലോട്ട് വരും. പുരട്ടി വെച്ചിരിക്കുന്ന മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഊണ് റെഡിയായി. കറിവേപ്പില ഇടാണ് നല്ലൊരു ഫ്ലേവറിനായിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടാലും നല്ലതാണ് കേട്ടോ. അപ്പോഴേക്കും ക്യാബേജ് വെന്ത് വന്നു. ജസ്റ്റ് ഒരു 5 മിനിറ്റ് എടുത്തുള്ളൂ. ലാസ്റ്റ് ഇതിനകത്തോട്ടൊരു 1 പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. അരപ്പ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ലാസ്റ്റ് കുറച്ച് തേങ്ങ ഇങ്ങനെ ഇട്ട് ഇളക്കിയെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഒരുപാട് സമയം വഴറ്റൊന്നും വേണ്ട. തേങ്ങയുടെ ആ ഒരു ചുവയൊന്ന് മാറാനായിട്ട് ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പർപ്പിൾ കളറിലൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് നല്ലൊരു അട്രാക്റ്റീവ് ആയിരിക്കും കഴിക്കാനും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ ഫിഷും കൂടി ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇന്നത്തെ ലഞ്ച് റെഡിയായി. നമുക്ക് ഊണ് വിളമ്പാം. മീൻകറി കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ല പാകത്തിന് ആ ഒരു കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഫിഷ് കറി ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല ഓറഞ്ച് കളറിലുള്ള ഹോട്ടൽ സ്റ്റൈൽ ഫിഷ് കറി. ക്യാബേജ് തോരനും മീൻ വറുത്തതും. അപ്പോൾ ഈ ഒരു ലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.